ഹായ്, എസ്.എൽ ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത് ഒരു ടോക്സിക് റിലേഷൻഷിപ്പിലുള്ള ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമുക്കത് അറിയാൻ കഴിയുക എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ഒരു മാരേജ് റിലേഷൻഷിപ്പ് ആണെങ്കിലും അതല്ല ഒരു ലവ് റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിലും പലതിലും നമ്മൾ ഈ ഒരു ടോക്സിക് ആയിട്ടുള്ള ആളുകളെ കാണാറുണ്ട്. അതായത് ഇപ്പോൾ ഒരാൾ ജെന്യുവൻ ആയിരിക്കാം, അല്ലെങ്കിൽ നോർമലായിട്ടുള്ള ഒരാളായിരിക്കാം, മറ്റേ ആളെന്ന് പറയുമ്പോൾ കുറച്ച് ടോക്സിക് ആയിരിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ ഇന്നത്തെ കാലത്ത് പറയുകയാണെങ്കിൽ ഈ ഒരു ടോക്സിക് റിലേഷൻഷിപ്പ് നമുക്ക് മനസ്സിലാക്കാൻ കുറച്ചുകൂടി എളുപ്പമാണ്. അതേപോലെ തന്നെ ടോക്സിക് റിലേഷൻഷിപ്പിൽ നിൽക്കാൻ ആരും ആഗ്രഹിക്കാറില്ല എന്നും കൂടി ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ടോക്സിക് റിലേഷൻഷിപ്പ് ആണെങ്കിൽ മിക്ക ബന്ധങ്ങളും ഇല്ലാതാവുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. കാരണം എല്ലാവരും സെൽഫ് ലവ് ചെയ്യുന്ന ആളുകളും അവർ കംഫർട്ടബിൾ ആയിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കണമെന്ന് വിചാരിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ ഒരു ടോക്സിക് റിലേഷൻഷിപ്പിലുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അവരായിട്ട് തന്നെ അവിടെ ബ്രേക്കപ്പ് പറയാറാണ് സംഭവിക്കാറുള്ളത്. പക്ഷേ ഇപ്പോഴും പലർക്കും ഈ ഒരു കാര്യം അറിയില്ല എന്നുള്ളത്. അതായത് ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണോ എൻ്റേത്, അല്ലെങ്കിൽ ഞാൻ സ്നേഹിക്കുന്ന ഒരു ടോക്സിക് പേഴ്സണെ ആണോ എന്നുള്ളത്. കാരണം ഇപ്പോൾ ഇവരുടെ ഈ ഒരു ടോക്സിക് ആയിട്ടുള്ള ഒരു പേഴ്സന്റെ പെരുമാറ്റം എന്ന് പറയുമ്പോൾ പലതും നമുക്ക് ഓവറായിട്ട് സ്നേഹമുള്ളതുപോലെ, അല്ലെങ്കിൽ അവരെ നമ്മൾ കൂടുതലായിട്ട് കെയർ ചെയ്യുന്നത് കൊണ്ടോ അല്ലെങ്കിൽ കുറച്ച് പൊസസീവ് ആയതുകൊണ്ടോ ഉള്ള സ്വഭാവങ്ങളാണ് ഇന്ന് നമ്മൾ വിചാരിക്കുന്ന രീതിയിലായിരിക്കും അവരുടെ പെരുമാറ്റം എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ പലർക്കും അത് അറിയാൻ പറ്റില്ല എന്നുള്ളതാണ്. എന്നോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ടാണ് എന്ന് പറഞ്ഞിരിക്കുന്നവരാണ് മിക്കവരും. പക്ഷെ അങ്ങനെയല്ല എന്നുള്ളത് മനസ്സിലാക്കുക. ആദ്യമേ തന്നെ നിങ്ങളത് മനസ്സിലാക്കിയിട്ട് ആ റിലേഷൻഷിപ്പിൽ നിന്ന് പോകുന്നതാണ് കുറച്ചുകൂടി നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം കുറേ കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ചിലപ്പോൾ അതൊന്ന് അങ്ങോട്ട് ഇറങ്ങി പോകാനായിട്ട്, അതായത് റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങി പോകാനായിട്ട് കുറച്ച് പ്രയാസമായിരിക്കാം. സോ തുടക്കത്തിലെ ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. ഇങ്ങനെ ഇപ്പം ഞാൻ പറയാൻ പോകുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഈ രീതിയിലാണ് അവരുടെ ബിഹേവിയർ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം ഒരു ടോക്സിക് പേഴ്സൺ ആണെന്നുള്ളത്. അപ്പോൾ അവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ആ ഒരു ലൈഫ് എന്ന് പറയുന്നത് ഒരിക്കലും ഓക്കെ ആവില്ല എന്നുള്ളത് നിങ്ങളൊന്ന് തിരിച്ചറിയാം. അപ്പോൾ ഈ ഒരു ടോക്സിക് പേഴ്സൺസിൽ കാണുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത് കാര്യം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ അവരുടെ ആവശ്യങ്ങൾക്ക് മാത്രം മുൻഗണന കൊടുക്കുന്നു എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ഇവർക്ക് നിങ്ങളെ ഒന്ന് വിളിക്കണം തോന്നുകയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യമുണ്ട് നിങ്ങളുടെ എന്ന് വിചാരിക്കാം. ആ ഒരു സമയത്ത് അവർ നിങ്ങളെ വിളിക്കുന്നുണ്ടാവും. അവർക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രമാണ് നിങ്ങളെ അവർക്ക് വേണ്ടത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് കുറച്ച് ക്യാഷ് അവർക്ക് ആവശ്യമുണ്ട്. ഇപ്പോൾ ക്യാഷ് ആവശ്യമുണ്ടെങ്കിൽ ആ ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി നിങ്ങളെ വിളിക്കും. അപ്പോൾ നിങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും, കാരണം ആളുടെ കോള് വരുന്നുണ്ട്, കുറച്ച് നേരം സംസാരിക്കാമെന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും. പക്ഷെ അവരെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ആവശ്യത്തിന് വിളിക്കുന്നു, ആവശ്യം പറയുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ കുറച്ച് നേരം സംസാരിച്ചിട്ട് അവരവരുടെ ആവശ്യങ്ങൾ പറയുന്നു, നിങ്ങളത് ചെയ്തു കൊടുക്കുന്നു. പിന്നെ ആളെ നമ്മൾ വശീട്ടൊക്കെ കാണാൻ പറ്റില്ല എന്ന് പറയില്ലേ, ആ രീതിയിലായിരിക്കും. അതായത് പിന്നെ നമുക്ക് അവരെ ഒന്ന് വിളിക്കാൻ പറ്റില്ല. ചിലപ്പോൾ അവർ നമ്മളെ ബ്ലോക്ക് ചെയ്തിട്ട് പോയിട്ടുണ്ടാവും, പ്രത്യേകിച്ച് ഒരു കാരണം ഉണ്ടാവില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞിട്ടൊക്കെ വഴക്കുണ്ടാക്കും, എന്നിട്ട് അങ്ങോട്ട് ബ്ലോക്ക് ആക്കി പോവാം. ഇങ്ങനെയൊക്കെ ആയിരിക്കും അവർ ചെയ്യേണ്ടാവുക എന്നുള്ളതാണ്. അതായത് അവർ അവരുടെ ആവശ്യങ്ങൾക്ക് മാത്രം പരിഗണന കൊടുക്കുകയും നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു വാല്യൂ തരുന്നുണ്ടായിരിക്കില്ല. അവരുടെ ആവശ്യങ്ങൾ നടത്തുന്നു, അതിനുശേഷം അവർക്ക് നിങ്ങളെ ആവശ്യമേ ഇല്ലാത്ത എന്നുള്ള രീതിയിലായിരിക്കും പെരുമാറുന്നുണ്ടാവുക. അപ്പം ഇങ്ങനെയൊക്കെയാണ് അവർ ബിഹേവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇത് ടോക്സിക്കിന്റെ ഒരു ഭാഗമാണ് എന്നുള്ളത്. ഇനി ഇപ്പൊ രണ്ടാമത്തെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അവരോട് എല്ലാ കാര്യം ചോദിക്കണം എന്നൊരു നിർബന്ധം അവർക്കുണ്ടായിരിക്കും. നമ്മളൊന്ന് പുറത്ത് വേണമെങ്കിൽ ചോദിക്കണം, ഞാനൊന്ന് പുറത്ത് പൊക്കോട്ടെ, ഫ്രണ്ട്സിന്റെ കൂടെ പൊക്കോട്ടെ എന്നുള്ളത്. ഈ ഫ്രണ്ട്സിന്റെ കൂടെ പൊക്കോട്ടെ എന്നുള്ളത് നമ്മൾ ചോദിക്കും, പക്ഷെ സമ്മതിക്കുന്നുണ്ടാവില്ല. കാരണം ഇപ്പൊ നമ്മളെ എപ്പോഴും മറ്റുള്ള ആളുകളിൽ നിന്ന് അകറ്റി നിർത്തണം, ഒറ്റപ്പെടുത്തണം എന്നുള്ളൊരു ചിന്തയൊക്കെ ഇവർക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഫ്രണ്ട്സിന്റെ കൂടെ ഒന്ന് കൂട്ടുകൂടാൻ ചിലപ്പോൾ ഒരു സമ്മതിക്കുന്നുണ്ടാവില്ല. ഫാമിലിയുടെ കൂടെ ആണെന്നുണ്ടെങ്കിലും ടൈം സ്പെൻഡ് ചെയ്യാൻ ഇവർക്ക് വലിയ താല്പര്യം ഉണ്ടാവില്ല. മീൻസ് നമ്മൾ ഫാമിലിയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നതിനോട് ഇവർക്ക് താല്പര്യം ഉണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറയുന്നൊരു കാര്യം, എവിടെ പോകുമ്പോഴും എന്ത് ചെയ്യുമ്പോഴും ചോദിക്കണം എന്നുള്ളത് വളരെ നിർബന്ധം ഇവർക്ക് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ഒന്ന് പുറത്ത് പോകണമെന്നുണ്ടെങ്കിലും ചോദിക്കേണ്ടി വരും. നമ്മളിപ്പോൾ ഒരു ഡ്രസ്സ് ഇടുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടമായില്ലെങ്കിൽ നമ്മൾ ആ ഡ്രസ്സ് ഇടാൻ പാടില്ല, വേറെ ഇതിൽ എടുത്തിടേണ്ടി വരും. അപ്പം ഇങ്ങനെയൊക്കെ എല്ലാ കാര്യങ്ങൾക്കും പെർമിഷൻ അവരോട് ചോദിച്ചിരിക്കണം എന്നൊരു നിർബന്ധം അവർക്കുണ്ടായിരിക്കും. ഇനിയിപ്പോൾ അങ്ങനെ ചോദിച്ചില്ല എന്നിരിക്കട്ടെ, എന്തെങ്കിലും കാരണം കൊണ്ട് നമ്മൾ മറക്കുകയോ അല്ലെങ്കിൽ അത്യാവശ്യം കൊണ്ട് പോകേണ്ടി വന്നൊക്കെയാണെന്നുണ്ടെങ്കിൽ പിന്നെ ആ ഒരു കാര്യം മതി ഇവർ കുറേ നാളത്തേക്ക് നമ്മളുമായിട്ട് മിണ്ടാതിരിക്കാനായിട്ട്. ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് നമ്മളുടെ അടുത്ത് വഴക്കിടുക, പിണങ്ങുക, എപ്പോഴും നമ്മൾ കുറ്റപ്പെടുത്തുക, ഇങ്ങനെയൊക്കെ അവർ ചെയ്തുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. സോ ഈ ഒരു പെർമിഷൻ ചോദിക്കുക എന്നുള്ളത് നമ്മുടെ ആ ഒരു ഡെയിലി ലൈഫിലൊരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു കാര്യമായിട്ട് മാറിക്കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക, നിങ്ങൾ എങ്ങനെയാണ് എവിടെ പോകുമ്പോഴും ചോദിക്കണം എന്നുണ്ടോ. നിങ്ങളായിട്ട് ചോദിക്കണതല്ല, അവർക്ക് അങ്ങനെ ചോദിക്കണം എന്നുള്ളത് നിർബന്ധമുണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെയും നിങ്ങൾ മനസ്സിലാക്കുക ഇത് ടോക്സിക്കിൻ്റെ ഒരു ഭാഗം തന്നെയാണ് എന്നുള്ളത്. സാധാരണ ഒരു റിലേഷൻഷിപ്പ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള പ്രൈവസി ഉണ്ടാവും. നമുക്ക് പുറത്ത് പോകണോ പുറത്ത് പോവാം,
അല്ലെങ്കിൽ ഇപ്പം നമ്മൾ അവരോട് പറയാം, അതായത് ഞാനിങ്ങനെ പുറത്ത് പോകുന്നുണ്ട് അല്ലെങ്കിൽ എനിക്കിങ്ങനെ ഒരു ആവശ്യമുണ്ട്, സോ പുറത്ത് പോകണം എന്നുള്ളത് നിങ്ങൾക്ക് അവരോട് പറയാം. അങ്ങനെ പറയുമ്പോൾ അവർ സമ്മതിക്കും. അതാണ് സാധാരണ റിലേഷൻഷിപ്പിൽ ഉള്ളത്. അതായത് നമുക്ക് നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള ഒരു ഫ്രീഡം നമുക്ക് ഉണ്ടാവും എന്നുള്ളതാണ്. അങ്ങനെ ഇല്ല എന്ന് വരുന്നതാണ് ഈ ഒരു ടോക്സിക് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അവിടെ നമുക്ക് നമ്മുടെ ഫ്രീഡവും കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഈ ഒരു കാര്യം അവിടെ സംഭവിക്കുന്നുണ്ടെങ്കിൽ അതും ടോക്സിക് ആവാനുള്ള സാധ്യതയുണ്ട്. ഇനിയിപ്പോൾ അടുത്തൊരു കാര്യം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, മൂന്നാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ പഴയ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആ കാര്യം ഇങ്ങനെ എടുത്ത് പറഞ്ഞുകൊണ്ടേയിരിക്കും, നിങ്ങൾ കൂടുതൽ വിഷമിപ്പിച്ചുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. ഇമോഷണലി നിങ്ങൾ തകർക്കാനായിട്ട് ഒരു ഭയങ്കരമായിട്ട് മിടുക്കന്മാരായിരിക്കും, അതേപോലെ അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ടായിരിക്കും. ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പോൾ നിങ്ങൾക്ക് മുന്നേ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുക. അപ്പം എല്ലാ കാര്യങ്ങളും ഇവർക്ക് അറിയാം, ഇങ്ങനെ ഒരു ബന്ധമുണ്ടായിരുന്നു, നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, എല്ലാ കാര്യങ്ങളും അറിയാം. അപ്പോൾ അങ്ങനെ അറിയുന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം ഇടയ്ക്കിടയ്ക്ക് നിങ്ങളോട് പറയണ്ടാവും. ഇപ്പോൾ നിങ്ങളൊന്ന് പുറത്ത് പോവുകയാണ്, ജസ്റ്റ് നിങ്ങളൊന്ന് പുറത്തേക്ക് ഫ്രണ്ടിനെ കാണാൻ പോവാണെന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ, നീ അവളെ കാണാൻ പോയതല്ലേ, അല്ലെങ്കിൽ നീ അവനെ കാണാൻ പോയതല്ലേ, ഈ ഒരു രീതിയിൽ നിങ്ങളോട് ചോദിക്കുക എന്നുള്ളതാണ്. അതായത് നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അത് ആ ഒരു പണ്ടത്തെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് ഇവർ പറയുണ്ടാവും. ഇത് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാണ്. എല്ലാ കാര്യവും ഇങ്ങനെയാണ്. നമ്മുടെ പഴയ കാര്യങ്ങൾ കൂടുതലായിട്ട് നമ്മൾ ഉണ്ടാവുക ഇത്തരത്തിലുള്ള റിലേഷൻഷിപ്പിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടായിരിക്കും. മുമ്പ് ഒരു പ്രണയം ഉണ്ടായിരുന്നു എന്നുള്ള ആ ഒരു കാര്യത്തിൽ ഇവരിങ്ങനെ പൊട്ടിച്ചിങ്ങനെ തൂങ്ങുണ്ടാവും എന്നുള്ളതാണ്. അതായത് അത് പറഞ്ഞ് നമ്മളെ മാക്സിമം കുറ്റപ്പെടുത്താനും വിഷമിപ്പിക്കാനും വേണ്ടി ശ്രമിക്കുന്നുണ്ടാവും. നമ്മൾ ഇവർക്ക് വേണ്ടി എന്തൊക്കെ ചെയ്താലും ഇവരത് കാണുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. ഇവർ നോക്കുക, പണ്ടിങ്ങനെ ഒരു ബന്ധം ഉണ്ടായിരുന്നു, അപ്പം അവരെപ്പോഴും ഇഷ്ടമാണല്ലേ, ഇഷ്ടമായിരിക്കും എന്നുള്ള രീതിയിലുള്ള ഓവർ തിങ്കിങ് ഇവർക്ക് ഭയങ്കരമായിട്ടുണ്ടാവും എന്നുള്ളതാണ്. അപ്പം ആ രീതിയിൽ ചിന്തിക്കുകയും അങ്ങനെ നമ്മളോട് പെരുമാറുകയും ചെയ്യും. അപ്പോൾ ഈ പാസ്റ്റിലെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നുള്ളത് മാത്രമല്ല, ആ കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ഇമോഷണലി തകർക്കാനായിട്ട് ഇവർ ശ്രമിക്കുന്നുണ്ടാവും എന്നുള്ളതാണ്. ഇനി ലാസ്റ്റത്തെ ഒരു പോയിന്റ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, നാലാമത്തെ സൈൻ എന്ന് പറയുകയാണെങ്കിൽ, അൺപ്രഡിക്റ്റബിൾ ബിഹേവിയർ ഇവരുടെ ഭാഗത്തു നിന്ന് കാണാൻ പറ്റുന്നുള്ളതാണ്. നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്ത രീതിയിലായിരിക്കും ഇവർ പെരുമാറുന്നുണ്ടാവുക. ഇടയ്ക്കൊക്കെ ഭയങ്കര സ്നേഹമായിരിക്കും, ഭയങ്കര എന്താ പറയുക, അതായത് തേനേ ചക്കര എന്നൊക്കെ പറയുന്ന രീതിയിലൊക്കെ ആയിരിക്കും ഭയങ്കര സ്നേഹമൊക്കെ ഉണ്ടാവും. ഒറ്റയടിക്ക് സ്വഭാവം പെട്ടെന്ന് മാറുണ്ടാവും എന്നുള്ളതാണ്. നമ്മൾ പോലും പ്രതീക്ഷിക്കില്ല. ഇങ്ങനെ സ്നേഹത്തോടെ ഇരിക്കുന്നതിൻ്റെ ഇടയിലായിരിക്കും ചിലപ്പോൾ വേറെ എന്തെങ്കിലും കാര്യം എടുത്തിട്ടൊക്കെ പറയണ്ടാവുക. അപ്പം അങ്ങനെ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള പെരുമാറ്റം, അതിൽ മാറ്റങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇത്തരത്തിൽ നമുക്കൊരു എന്താ പറയുക, സ്റ്റേബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ സ്ഥിരമായിട്ടുള്ള ഒരു ബിഹേവിയറോ അല്ലെങ്കിൽ അങ്ങനെ അത്തരത്തിലുള്ള പെരുമാറ്റങ്ങളും കാര്യങ്ങളൊന്നും ഇവരുടെ ഭാഗത്തുനിന്ന് കാണുന്നില്ല എന്നുണ്ടെങ്കിൽ, എപ്പോഴും മാറ്റങ്ങളാണ്, ഭാവമാറ്റങ്ങളോ അല്ലെങ്കിൽ പെരുമാറ്റത്തിലെ മാറ്റങ്ങളോ ഒക്കെ കാണാൻ പറ്റും. പെട്ടെന്ന് ദേഷ്യപ്പെടുക, നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടുക, കുറ്റപ്പെടുത്തുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരുടെ ഭാഗത്തുനിന്ന് കാണുന്നുണ്ടെങ്കിൽ അത് മറ്റൊരു സൈനായിട്ട് നമുക്ക് എടുക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു 4 കാര്യങ്ങൾ നിങ്ങൾ നോക്കുക. ഞാൻ വീണ്ടും പറയുന്നു, ഇങ്ങനെ ടോക്സിക് ആയിട്ടുള്ള ആളുകളുമായിട്ട് റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോയിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അത് കുറച്ച് റിസ്ക് ഉള്ള ഒരു കാര്യം തന്നെയാണ്. ഇപ്പൊ നമ്മൾ വിചാരിക്കും കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മുന്നോട്ട് പോകാനായിട്ട് പറ്റും, ഇവരിങ്ങനെ പെരുമാറുന്നുണ്ട്, ശരിയാണ്, ഞാനത് മനസ്സിലാക്കി പെരുമാറിയ പോരെ എന്നുള്ളത്. അങ്ങനെ നിങ്ങൾ ചിന്തിക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല, നിങ്ങൾക്ക് സ്നേഹക്കൂടുതൽ അറിയാം. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക, അപ്പൊ നിങ്ങളുടെ ജീവിതം എന്തായി അല്ലെങ്കിൽ എന്താവും എന്നുള്ളത്. നമുക്ക് ആകെ ഒരു ലൈഫ് ഉള്ളൂ എന്നുള്ളത് നമ്മൾ പറയാറുണ്ട്. അപ്പൊ ആ ഒരു ജീവിതത്തിൽ മറ്റുള്ളവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അല്ലെങ്കിൽ അയാൾ പറയുന്നതിനനുസരിച്ച് മാത്രം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കളിക്കുകയാണെന്നുണ്ടെങ്കിൽ, സത്യം പറഞ്ഞാൽ നമ്മളൊരു പാവക്കുട്ടിയെ പോലെ ആയില്ലേ. അവർ പറയുന്നതിനനുസരിച്ച്, അവർ കീ കൊടുക്കുന്നതിനനുസരിച്ച് നമ്മളിങ്ങനെ ചാടിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ അതിനനുസരിച്ച് മാത്രം നമ്മൾ പെരുമാറുക എന്നുള്ളത് വളരെയധികം എന്താ പറയുക, വിഷമമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പൊ അങ്ങനെ നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് നിങ്ങളെയാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് സന്തോഷം കിട്ടുന്ന കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത്. സോ ഇങ്ങനെ ടോക്സിക് ആയിട്ടുള്ള ഒരാളുടെ കൂടെ നിങ്ങൾക്ക് സന്തോഷം കിട്ടും എന്നുള്ളത് ഞാൻ ഒരിക്കലും പറയില്ല. അങ്ങനെ ഒരിക്കലും നിങ്ങൾക്ക് കിട്ടില്ല. സ്റ്റാർട്ടിങ് കുറച്ച് ദിവസമൊക്കെ വലിയ രീതിയിൽ പ്രശ്നം ഉണ്ടാവില്ല, പക്ഷെ പിന്നെ നിങ്ങൾക്ക് വളരെയധികം മടുപ്പാവും എന്നുള്ളതാണ്. അപ്പോൾ ഈ തുടക്കത്തിലേ നമ്മൾ മനസ്സിലാക്കുകയും ഒന്നില്ലെങ്കിൽ അവരുടെ ആ ഒരു ടോക്സിക് ആയിട്ടുള്ള ബിഹേവിയർ നിങ്ങൾക്ക് നിർത്താൻ പറ്റുന്നുണ്ടെങ്കിൽ ഓക്കെയാണ്. ഇനിയിപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ അത് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുന്നത് കുറച്ചുകൂടി നല്ലതാണ്. നമ്മൾ കുറേ ഇങ്ങോട്ട് പോകുമ്പോഴത്തേക്കും അവർക്കും പിന്നെ നമ്മൾ എന്താ പറയുക, നമ്മൾ വിട്ടുപോയി കഴിയുമ്പോൾ അത് വേറൊരു രീതിയിലേക്ക് അവരെ മാനസികമായിട്ട് ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾക്കും അങ്ങനെ തന്നെയാണ്. കുറേ കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് വെറുപ്പാവും, പക്ഷേ ഇട്ടിട്ട് പോകാനായിട്ട് മനസ്സ് സമ്മതിക്കുന്നുണ്ടാവില്ല. കാരണം ഇനിയിപ്പോൾ ഞാൻ പോയി കഴിഞ്ഞാൽ ഇയാളുടെ അവസ്ഥ എന്താവും, അങ്ങനെ നമ്മൾ ചിന്തിക്കാൻ നല്ലതാണ്. അപ്പോൾ അതിനൊക്കെക്കാളും നല്ലത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തുടക്കത്തിലേ ഇതങ്ങോട്ട് ഇല്ലാണ്ടാക്കുക എന്നുള്ളതാണ്. മീൻസ് ഈ ഒരു റിലേഷൻഷിപ്പ് ഇല്ലാതാക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അങ്ങനെയുള്ള ബന്ധങ്ങളിൽ പോവാതിരിക്കുക. ഇനിയിപ്പോൾ അങ്ങനെയോ അല്ല, അയാൾ തന്നെ വേണം എന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു അവരെ ജസ്റ്റ് ഒരു കൗൺസിലിങ്ങിനും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ കുറേയൊക്കെ നമുക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് കഴിയും. അപ്പോൾ വേണമെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ശ്രമിക്കാം. എങ്കിലും ഈ ഒരു ടോക്സിക് റിലേഷൻഷിപ്പ് സൂക്ഷിക്കുന്നത് അത്യാവശ്യമാണ്, സൂക്ഷിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു ടോക്സിക് ആയിട്ടുള്ള ആളുകളെ മനസ്സിലാക്കാനുള്ള കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് പറഞ്ഞൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇത് അനുഭവിക്കുന്ന കുറേ ആളുകളൊക്കെ ഉണ്ടായിരുന്നു
ഉണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും സൂക്ഷിച്ച് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോവുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനോട് വൈൻഡപ്പ് ചെയ്യുകയാണ്. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്